ഹലോ, രാവിലെ എന്നാ പരിപാടി? ഞാനിവിടെ കുറച്ച് നല്ല പരിപാടിയിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പഴയ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഷെൽഫുണ്ട് ഇവിടെ. അതായത് പണ്ടത്തെ ഞങ്ങളൊക്കെ കുഞ്ഞുങ്ങളായിരുന്ന സമയത്തുള്ള കുറച്ച് കളയരുത് എന്ന് അമ്മ വിചാരിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചൊരു ഏരിയ ഉണ്ട് കേട്ടോ. അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് രാവിലെ കയറിയപ്പോഴത്തേക്കും കുറച്ച് സാധനങ്ങൾ എടുത്തു കേട്ടോ. ഭയങ്കര കോമഡി ആയിട്ടുള്ള കുറച്ച് ഐറ്റംസാണ്. 2 ബുക്ക്. ഇതെന്താ അറിയാമോ? ഓട്ടോഗ്രാഫാണ്. ഓട്ടോഗ്രാഫ്. ഒന്ന് 10ാം ക്ലാസ്സിലെ, ഒന്ന് കാണുമ്പോൾ നമ്മളെ മച്ചുവല്ലാത്തൊരു സമയത്തൊക്കെ കൈകാര്യം ചെയ്യുന്നൊരു സാധനമല്ലേ. പക്ഷേ ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. നമ്മൾ ആ ഒരു ടൈമിലൊക്കെ ഇത് വായിച്ച് നോക്കുമ്പോഴത്തേനും എഴുതിയ ആൾക്കാരെയൊക്കെ നമുക്ക് ഓർമ്മ വരുമല്ലോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് കാണിച്ചു തരാം കേട്ടോ, എല്ലാം ഒന്നും കാണിച്ചു തരത്തില്ല. ചിരിച്ചിരിച്ചിരിച്ച് പണ്ടായിരുന്നു. ഇത് 10ാം ക്ലാസ്സിലാണ്. അപ്പോൾ ഈ ഓട്ടോഗ്രാഫിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇത് മേടിച്ച് കഴിഞ്ഞ ആദ്യത്തെ കുറേ പേജുകൾ നമ്മുടെ കുടുംബക്കാർ തന്നെയായിരിക്കും എഴുതുന്നത്. എന്നാ കാര്യത്തിലാണ് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല കേട്ടോ. ഇതിനകത്ത് ആദ്യമേ ഇത് കണ്ടു, ഈ വെൽക്കം എഴുതിയേക്കുന്നത് ഞാൻ തന്നെയാണ്. വെള്ളരിപ്രാവിൻ്റെ പരിശുദ്ധിയും പനിനീർപ്പൂവിൻ്റെ സൗരഭവും നിറഞ്ഞ എൻ്റെ പ്രിയമുള്ളവർക്ക് എൻ്റെ സ്നേഹമാകുന്ന ഓട്ടോഗ്രാഫിലേക്ക് സ്വാഗതം. ഇപ്പം മൊത്തം കുടുംബക്കാർ തന്നെയാണ്. കൂട്ടുകാരെയൊക്കെ തപ്പിയെടുക്കണമെങ്കിൽ വലിയ പാടാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതൊക്കെ ആരാണ്? ഇത് രാഹുൽ ദ്രാവിഡാണ്. ആ ഒരു സമയത്തൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇവരൊക്കെ എന്തിനാണ് ഞാൻ വെട്ടിയെടുത്ത് ഒട്ടിച്ചേക്കുന്നത് എനിക്ക് അറിയത്തില്ല കേട്ടോ. കാരണം ആ ഒരു സമയത്ത് കുറച്ച് ക്രിക്കറ്റ് കളിക്കാരുടെയൊക്കെ ഫോട്ടോ ഒക്കെ കയ്യിലൊക്കെ വെക്കുന്നത് ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. നമ്മൾ ഈ ക്രിക്കറ്റ് ഞാൻ ആ ടൈമിലൊക്കെ ക്രിക്കറ്റൊക്കെ കാണുമായിരുന്നു കേട്ടോ. പക്ഷേ കാര്യമൊന്നുമില്ല, അറിയത്തൊന്നുമില്ല. അപ്പോൾ ടി വി ഒന്നും ഒരിടത്തും ഇല്ലേ. അപ്പോൾ നമ്മളുടെ തറവാട്ടിൽ നമ്മുടെ കുടുംബത്തെ തന്നെ നമ്മൾ അച്ഛൻ്റെ വണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അച്ഛനും അനിയന്മാരും എല്ലാം അടുത്തടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ ഒരു അനിയൻ്റെ വീട്ടിൽ മാത്രമേ ടി വി ഉള്ളൂ. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ എല്ലാവരും പോയി കാണുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഈ ക്രിക്കറ്റ് കളി ആകുമ്പോഴത്തേനും എല്ലാവരും കൂടി അങ്ങ് ഒത്തുകൂടും. അപ്പോൾ ഇഷ്ടം പോലെ ഫ്രൂട്ട്സ്, ബേക്കറി ഐറ്റംസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ടൈമിൽ കൊച്ചിങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ട് ഇപ്പോൾ വന്നിട്ട് എല്ലാം മുറിച്ചൊക്കെ വെക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളത് തിന്നാനുള്ള ലക്ഷ്യം കൊണ്ട് ഞങ്ങൾ കുറച്ച് പിള്ളേർ ഭയങ്കര ക്രിക്കറ്റ് ആസ്വാദകരായിട്ട് അവിടെ പോയി ഇരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് ബോധ്യപ്പെടുത്താനായിരിക്കണം ഇതൊക്കെ ഞാൻ ഇതൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പരിപാടി ഇത്രയൊക്കെ. അപ്പോൾ നമുക്ക് ഇതും കൂടി നോക്കിക്കോട്ടെ. വേറൊരു സാധനം കൂടി ഉണ്ടല്ലോ. ഇത് പക്ഷേ നഴ്സിങ്ങിൻ്റെ ആണ് കേട്ടോ. ഇത് ഞാൻ പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ച് നല്ല പൊതിഞ്ഞ് നല്ല പിങ്ക് കളർ. എനിക്ക് ആ ടൈമിൽ പിങ്കിനോട് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. പക്ഷേ പിന്നീട് ആ ഒരു ഇഷ്ടം മാറി കേട്ടോ. പിങ്ക് പക്ഷേ ഇഷ്ടം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് ബ്ലാക്കാണ് തലയിൽ കയറിയിരിക്കുന്ന ഒരു ഇഷ്ട നിറമെന്ന് പറയാനായിട്ട്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് കവർ വെച്ചൊക്കെ പൊതിഞ്ഞ് നല്ല വൃത്തിക്ക് ഇപ്പോഴും ഇരിക്കുന്നു. പക്ഷേ അകത്തോട്ട് കുറേ ചെളിയൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. കുറേ വർഷമൊക്കെ ആയില്ലേ. ഇതിനകത്തും ഒരു വെൽക്കം മെസ്സേജൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു, അയ്യോ എന്തിനായിരുന്നു ഇത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഞാൻ എഴുതി തന്നെയല്ലേ വായിച്ച് ചിരിക്കാൻ പറ്റത്തുള്ളൂ. വേറെ ആരും എഴുതിയിട്ട് വായിച്ച് ചിരിക്കാൻ അതിൽ പറ്റില്ലല്ലോ. അവരെന്താ വിചാരിക്കാം. ഇതിനകത്ത് എന്താ ഒരിക്കലും മാഞ്ഞു പോകാത്ത ഹൃദയാനുരാഗമായി സ്നേഹം ജീവിതത്തിൽ തുളുമ്പി. എൻ്റെ പൊന്നു, ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ എഴുതിയാൻ തോന്നുന്നു കേട്ടോ. അതല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും നോക്കി ഉള്ളതായിരിക്കണം. ഇത് വായിച്ചിട്ട് എൻ്റെ തന്നെ ക്ലിപ്പ് പോകുന്നു കേട്ടോ. അത്രയ്ക്ക് ഭയങ്കരയാണ്. പിന്നെ ലാസ്റ്റ് നീർമാതളമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനാണ് ആ സമയത്ത് നീർമാതളമൊക്കെ എങ്ങനെ എൻ്റെ തലയിൽ എനിക്കറിയില്ല. എനിക്ക് വേണമെങ്കിലും വല്ല മാധവിക്കുട്ടിയുടെയൊക്കെ പുസ്തകത്തിൽ നിന്നൊക്കെ തലയിൽ കയറിയതായിരിക്കണം. ഇത് പക്ഷേ കുറച്ചും കൂടി ഒന്ന് നല്ല ഓട്ടോഗ്രാഫാണ് കേട്ടോ. കൂടുതലും ജൂനിയേഴ്സാണ് അതിൽ കൂടുതൽ എഴുതിയിട്ടുള്ളത്. പിന്നെ ബാച്ച്മേറ്റ്സ് എന്ന് പറഞ്ഞാൽ കട്ടയ്ക്ക് ഇപ്പോഴും കൂട്ടത്തിലുണ്ട്. പിന്നെ നമുക്കൊരു ഓർമ്മയായിട്ട് കൊണ്ടിറക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ എന്നാലും ബാച്ച്മേറ്റ്സിൽ പലരും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. കൂടുതലും ജൂനിയേഴ്സാണ് എഴുതിയേക്കുന്നത്. റിൻറ്റു രാജു ഒരു പേജ് ഫുള്ളവൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഇയറിലേക്ക് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും അയ്യോ എൻ്റെയൊക്കെ ഫസ്റ്റ് ഇയർ എൻ്റെ പൊന്നെ എനിക്ക് ഓർക്കാൻ കൂടെ വയ്യ. അമ്മാതിരി ദിവസങ്ങളായിരുന്നു. പക്ഷേ പിന്നീട് ഇപ്പോൾ നമ്മൾ സീനിയേഴ്സ് ആകുമ്പോഴത്തേനും നമുക്കും വരും ജൂനിയേഴ്സ് അല്ലേ. അപ്പോൾ നമ്മളും ഇപ്പോൾ അവരോട് അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ എത്രയൊക്കെ ആയാലും ഒരു 12 മാസം ആ ഒരു ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഒരു ത്രൂ ഔട്ട് ആ ഒരു അകലച്ചവും ആ ദേഷ്യവും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ സീനിയർ ജൂനിയർ എന്നൊക്കെ മാറി എല്ലാവരും കൂട്ടാവും അല്ലേ. കൂട്ടായി കഴിയുമ്പോൾ പിന്നെ ഭയങ്കര ക്ലോസ് ആയിരിക്കും അല്ലേ. നമുക്ക് പോരുമ്പോഴും അത്രയും വിഷമമൊക്കെ ആയിരിക്കും. ഫോട്ടോ ഒക്കെ വെച്ചിട്ട് എഴുതിയവരുണ്ട്. വീരേഷ് എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് കേട്ടോ. ഫോട്ടോ ഒക്കെ വെച്ച് പിന്നെ 2 പേജ് നിറച്ചിട്ടൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ദൈവം സത്യമായിട്ടും ഞാനിത് കംപ്ലീറ്റ്ലി ഇന്നാണിത് വായിക്കുന്നത് കേട്ടോ. എനിക്ക് വായിച്ചപ്പോൾ നല്ല ഫീൽ ചെയ്തു. നല്ല കുട്ടികളായിരുന്നു എല്ലാവരും. പിന്നെ കുറേ ഉണ്ട് കേട്ടോ. ഇത് ഒരുപാടുണ്ട്, നമുക്ക് റിപ്പീറ്റഡ്ലി വായിക്കാൻ തോന്നും കേട്ടോ. പിന്നെ ഇത് ചിഞ്ചൂസ് ജോസ്. എല്ലാവരും അവരവരുടെ അഡ്രസ്സ് സഹിതം വെച്ചിട്ടാണ് എഴുതിയേക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ചേച്ചിക്ക് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി എന്താണ് എഴുതണമെന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഓരോന്നിൻ്റെ തുടക്കം തന്നെ നമുക്ക് ഒരു മനസ്സിലൊരു ഫീലിങ്സ് നമുക്ക് ഉണ്ടാക്കും. നമുക്ക് ആ കുട്ടികളെ അപ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരും കേട്ടോ. നമ്മൾ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ജോലിയിലേക്ക് വന്നു. പിന്നെ ഫാമിലി ലൈഫും നമ്മുടെ പ്രൊഫഷനും അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പാഷന് പുറകെ പോയി.
അങ്ങനെ ആലത്തുപോലത്തെ കാര്യങ്ങൾ എല്ലാമായിട്ട് നമ്മൾ ലൈഫ് ഫുൾ ബിസിയാണ്. എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ് കൂടുതൽ നമുക്ക് കാമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. 10 മിനിറ്റ് എനിക്കൊക്കെ ചില ദിവസം 10 മിനിറ്റ് പോലും കിട്ടത്തില്ല. അപ്പോൾ അത്രയും ബിസി ആയിട്ടുള്ള സമയത്ത് നമ്മൾ ഇതൊക്കെ എടുത്ത് നോക്കുമ്പോഴായിരിക്കും നമ്മൾ ആ കുട്ടികളെയൊക്കെ നമുക്ക് ഓർമ്മ വരുന്നത്, നമ്മുടെ കൂട്ടുകാരെയൊക്കെ ഓർമ്മ വരും. അപ്പോൾ നമുക്ക് ശരിക്കും മിസ് ചെയ്യും ആ ഒരു കാലമൊക്കെ. ഞാനിത് ഫുള്ള് ഞാൻ നോക്കിയിട്ട് പറയുന്നില്ല കേട്ടോ, കാരണം ഞാനും കുറച്ച് ഇമോഷണലി ഒക്കെ താഴോട്ട് തോന്നും കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. എനിക്ക് ഞങ്ങളുടെ കോളേജും ആ ഒരു ടൈം, പ്രത്യേകിച്ച് ഞങ്ങളുടെ ആ ഒരു തേർഡ് ഇയറും പിന്നെ ആ ബോൺ പീരീഡും ഒക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് സ്റ്റഡീസ് ആ ഒരു ഇതിലേക്കായിരുന്നു. പിന്നെ സെക്കൻഡ് ഇയർ വന്നപ്പോൾ കുറച്ചൊന്ന് ലൂസായി. ഇത് തേർഡ് ഇയറൊക്കെ ആയപ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു അതൊക്കെ. അപ്പോൾ ആരെയും എടുത്ത് പറയുന്നില്ല, എടുത്ത് പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത ആളുകളാണ് എല്ലാവരും തന്നെ. ഇത് കൂടുതൽ കാണിച്ചു തരുന്നില്ല ഞാൻ, അത്രയും പേഴ്സണലായിട്ട് നമുക്ക് വേണ്ടിയിട്ട് എഴുതുന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കാണിക്കാമെന്ന് പറഞ്ഞത് മോശമല്ലേ. പിന്നെ നിഷ തോമസ് എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള കുറേ ആളുകളിൽ ഒരാളാണ് നിഷ തോമസ് എന്ന് പറയുന്നത്. അവൾ എൻ്റെ ഒരു നല്ല വിമർശകയാണ്, നല്ലൊരു സപ്പോർട്ടറാണ്. അപ്പോൾ ഇതോടുകൂടി ഞാൻ നിർത്തുകയാണ്. എന്തായാലും ഇത് ഞാൻ കുറേ നാളായിട്ട് മറന്നുപോയൊരു സംഭവമായിരുന്നു. ഇത് യാദൃശ്ചികമായിട്ടാണ് ഇത് എൻ്റെ കയ്യിൽ കിട്ടിയത്. ഇത് 10ാം ക്ലാസ്സിൽ വായിച്ചപ്പോൾ ഇതിന് ഭയങ്കര കോമഡി ആയിട്ട് തോന്നി. പക്ഷേ ഇത് വായിച്ചപ്പോൾ എനിക്ക് +2 എനിക്കൊരു ഓട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടു പോയതാണോ അതോ എനിക്ക് ഉണ്ടായിരുന്നില്ലേ എന്ന് എനിക്കറിയത്തില്ല. അത് കണ്ടില്ല, എനിക്കിത് 2 മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇതെപ്പോഴും എൻ്റെ ബുക്ക് ഷെൽഫിൽ ഉണ്ടാവും, ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയില്ല. അപ്പോൾ നിങ്ങളുടെ പഴയ ഓട്ടോഗ്രാഫുകളൊക്കെ നഷ്ടപ്പെട്ട് പോയിട്ടില്ല, നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ എന്നിട്ട് വായിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ മെമ്മറീസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ശരി എന്നാൽ.